ഇസ്രയേൽ 2006 ലെബനൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ലക്ഷ്യമിട്ടത്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സീസ് ആണ്, അല്ലെങ്കിൽ ഇറാൻ്റെ പിന്തുണയുള്ള വിഭാഗമാണ്. ആ യുദ്ധം നീണ്ടുനിന്നത് ഇതിപ്പോൾ 8ാമത്തെ ദിവസമുള്ളൂ, 30 ദിവസം നീണ്ടുനിന്നു. 30ാമത്തെ ദിവസം സൗത്ത് ലെബനൻ ഇസ്രായേൽ ആക്രമിക്കുന്ന അന്ന് ഹിസ്ബുള്ളയ്ക്ക് മിസൈൽ അയക്കാൻ കഴിഞ്ഞു. 30 ദിവസം ആ മിസൈൽ അറ്റാക്ക്, പരസ്പരമുള്ള വ്യോമാക്രമണം നീണ്ടുനിന്നു. ഇസ്രായേൽ ലെബനൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം നീണ്ടുനിന്നു. എന്തായിരുന്നു അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ്? അവർക്ക് ഈ സംവിധാനത്തെ, അതായത് ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിന് ശേഷം, ഈ 30 ദിവസത്തിന് ശേഷം 2006 ഓഗസ്റ്റ് 17-ാം തീയതി എക്കണോമിസ്റ്റ് ഒരു കവർ സ്റ്റോറിയോടെയാണ് പുറത്തിറങ്ങിയത്. ആ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് നസ്രല്ല വിൻസ് ദ വാർ എന്നായിരുന്നു. നസ്രല്ല വിജയിച്ചു എന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന എക്കണോമിസ്റ്റ് കവർ സ്റ്റോറി എഴുതി. 2006 ഇതേ ഇസ്രായേൽ, അന്ന് യഹൂദ് ഓൾമർട്ടായിരുന്നു ഇസ്രായേലിൻ്റെ നായകൻ. അപ്പോൾ ഇസ്രായേൽ ഈ എല്ലാ യുദ്ധവും വിജയിക്കുന്ന രാഷ്ട്രമാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. 2006 ചരിത്രം. 2000 സൗത്ത് ലെബനനിൽ നിന്ന്, അന്ന് യഹൂദ് ബാരക്കായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി, അന്ന് ഇസ്രായേലിന് സൗത്ത് ലെബനനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. 2005 അന്ന് ഏരിയൽ ഷാരോണിൻ്റെ കാലത്ത് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങി. അത് സെക്കൻഡ് ഇൻതിഫാദ 2-ന്റെ ഒരു പ്രതിഫലനം എന്നുള്ളതിൽ ഇസ്രായേലിന് പിൻവാങ്ങേണ്ടി വന്നു. ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രവചനങ്ങൾക്ക് വഴങ്ങുന്ന 1 = 2 എന്നുള്ള മട്ടിലേ അല്ല. ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ തുടങ്ങുകയും പിൻവാങ്ങുകയും ചെയ്ത ചരിത്രം സമീപകാലത്ത് പോലും ഉണ്ട്.